ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല, വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ അതായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ താങ്ക് യു കേട്ടോ. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയായിട്ടൊന്നുമില്ല. നാളെ വരാൻ പോകുന്ന V5.40 അപ്ഡേറ്റ് ആണ്. അപ്പോൾ നല്ല അപ്ഡേറ്റ് തന്നെ ആവുമെന്ന് വിചാരിക്കുക. പിന്നെ മാസ്റ്റർ ലീഗ് ആണ് മെയിനായിട്ട് പറയുന്നത്. മാസ്റ്റർ ലീഗ് ചിലപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ മാസ്റ്റർ ലീഗ് എന്താണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കണം. അതിന് തമ്മിൽ കണ്ടാൽ മനസ്സിലാവും വാട്ട് ഈസ് മാസ്റ്റർ ലീഗ് എന്നാണ്. അന്ന് പോയി കണ്ടിട്ട് പോരുക, എന്നാൽ ഈ വീഡിയോയിൽ മാസ്റ്റർ ലീഗ് എന്താ മനസ്സിലാവുള്ളൂ. അപ്പോൾ മാസ്റ്റർ ലീഗ് നാളെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ കണക്റ്റ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കാനും സാധ്യതയുണ്ട് കേട്ടോ. മെയിൻ്റനൻസ് കഴിയാനും കുറച്ച് ടൈം എടുക്കാനും സാധ്യത ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായിട്ട് മെയിനായിട്ടൊന്നുമില്ല. പക്ഷേ ഇനി വരാൻ പോണതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. പറഞ്ഞാൽ മെയിൻ പറഞ്ഞാൽ വളരെ മെയിനാണ്. നല്ല മെയിനാക്കിയും കൂട്ടാം, നല്ല മെയിനല്ലാതെയും കൂട്ടുന്നവരും ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, സൈൻ ആൻഡ്രി ഷെവച്ചെങ്കോ വിയ ദി ഡെയിലി ഗെയിം നൗ. ഗൈസ് വേറെ ഒന്നുമല്ല, നമ്മളെ ഹസാർഡില്ലേ, അത് പിന്നെ പറഞ്ഞുതരാം. അത് നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഈ വീഡിയോ തന്നെ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് വേണ്ടി പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അടുത്ത ഫോട്ടോ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ്, അതുകൊണ്ട് അത് പറയാം. പിന്നെ 1 ബില്യൺ ഡൗൺലോഡ്സ് റൊണാൾഡീനോയും സ്റ്റീവൻ ജെറാർഡും പെറുസിനെയാണ് നമുക്ക് ആദ്യം ഇതാക്കി തന്നത്. ആദ്യം റിവീൽ ചെയ്തത് ഒരു 3 ആളുണ്ടാവും എന്നാണ്. കൂടെ വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഫ്രാൻസിസ്കോ ടൊട്ടി, എഡ്മിൽസൺ, കഫു, ബെർബറ്റോ, ഇവരെല്ലാവരും കൂടെ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയണത്. നാളെ എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. നാളെ ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ടൊട്ടിയും എഡ്മിൽസൺ, കഫും ബെർബറ്റും ഒക്കെയാണ് വരാൻ സാധ്യത. ഒരു 6 ആൾ കൂടിയ ബാക്കാണോ 7 ആൾ കൂടിയ ബാക്കാണോ എന്ന് അറിയില്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു 7 ആൾ കൂടിയ ബാക്കും സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ബാറ്റിസ്റ്റൂട്ടൻ്റെ ഇതേമാതിരത്തെ ഒരു ബാക്കാണ്. ബാറ്റിസ്റ്റൂട്ട, വാൻ ബൂട്ടൺ, അതിലാണ് എനിക്ക് വാൻ ബൂട്ടനെ അതിനൊക്കെ 5 എപ്പിക്ക് അടിച്ചിരുന്നു. കുറേ ആൾക്കാരുണ്ട് 5 എപ്പിക്കിന് അടിച്ചിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സെലക്ഷൻ കോൺട്രാക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെടുത്ത് വാൻ ബൂട്ടനാ. അപ്പോൾ അത് നല്ല പെർഫോമൻസ് ഇപ്പോഴും തരുന്നുണ്ട്. ബാറ്റിസ്റ്റൂട്ട് അന്നും ഊഫിനെങ്കിലും ഇപ്പോൾ നല്ല കളി കളിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കൗച്ചോനെ എടുക്കും എന്നുള്ള കാര്യം ഷുവറാണ്. റൊണാൾഡീനോ തന്നെ എടുക്കും. പെറൂസിക്ക് ഒരു കീപ്പറിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ അറ്റാക്ക് സെൻട്രൽ ഫോർവേഡിൻ്റെ ഒരു ആവശ്യം എനിക്കുണ്ട്. ബെർബറ്റോനെടുത്താലും ആലോചിക്കും, പക്ഷേ നോക്കാം. ഇതൊന്ന് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കും. എൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് പറഞ്ഞാൽ കൗച്ചു തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ പെനാൽറ്റി ഡെയിലി ഗെയിമില്ലേ, ഡെയിലി ഗെയിമിൽ നമ്മൾ പെനാൽറ്റി സ്കോർ ചെയ്താൽ ലാപ്പ് 1 തന്നെ നമുക്ക് ഹസാർഡിനെ കിട്ടിയിരുന്നു. ഫസ്റ്റ് അത് ഹസാർഡിനു റിബറിനു ഞാൻ കളിച്ച സമയത്ത് അത് റിബറിനു, പിന്നെ അത് ഹസാർഡായി. ഇനി അത് വരാൻ പോണ് ആൻഡ്രി ഷെവച്ചെങ്കോ ആണ്.
ഷെവ വരുന്നാണ് കിട്ടിയ അപ്ഡേറ്റ്. റൂമറാണെങ്കിലും വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് നാളെ വരാൻ സാധ്യത. കാരണം എന്താ വെച്ചാൽ ഇവർ ഇത് കൊണ്ടുവരൽ പറഞ്ഞാൽ മെയിനായിട്ട് എന്താ പറയുക, നമ്മൾ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ 25 ഈ ഫുട്ബോൾ 26 ആയില്ലേ. അപ്പോൾ 26 27 ആകുമ്പോഴാണ് ആപ്പ് മൊത്തത്തിലൊന്ന് മാറൽ. അങ്ങനെയാണ് മാറലുള്ളൂ സാധാരണ. ഇനി പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്ന് മാറാം. അങ്ങനെയാണ് മാറിയത്. ഞാൻ കളിക്കുന്ന തൊട്ട് അങ്ങനെയാണ് മാറിയത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ വേറൊന്നുമല്ല ഗായ്സ്, ഒരു കാര്യമുണ്ട്. ഹസാർഡ്, പെപ്പെ, സ്നൈഡർ, ഫ്രാങ്ക് ലംബാർഡ്, സ്റ്റോയ്ക്കോവിച്ച്, പെപ്പ് ഗുവാർഡിയോള, നാഷണൽ ഓൾ സ്റ്റാർസ്. ഹസാർഡ് പറഞ്ഞാൽ ബിഗ് ടൈമായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. വാട്സ് മൊമെൻറ്റം, ഡ്രിബ്ലിങ്, മാഗ്നറ്റിക് ഫീറ്റ്, ബിഗ് ടൈം ആൻഡ് എപ്പിക്. കിഡിലാവട്ടോ ഹസാർഡ്, ഒന്നും പറയാനില്ല. പെപ്പെ നോക്കുകയാണെങ്കിൽ ഫോർട്രസും ലോങ് റേഞ്ച് ടാക്കിളുമായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. സ്നൈഡർ നോക്കുകയാണെങ്കിലും 2 സ്കില്ല് കൊടുക്കുന്നുണ്ട്. ബ്ലിറ്റ്സ് കോളറും ഫിനോമിനൽ പാസും. പിന്നെ ഉള്ള 3 ആൾക്കാർക്കും ഓരോ സ്കില്ല് വീതമാണ് കൊടുക്കുന്നത്. ലംബാർഡ് ലോ സ്ക്രീമറാണ്. സ്റ്റോയ്ക്കോവിച്ച് ഫിനോമിനൽ പാസ്സാണ്. പെപ്പ് ഗുവാർഡിയോള ഇതാണ് വിഷണറി പാസ്സാണ്. പിന്നെന്താ വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ വരുന്നത് വേറെ ഇതല്ല, ഡെയിലി ഗെയിമിലാണ്. ഡെയിലി ഗെയിമിൽ ഏതാ വരുന്നതല്ല, ഇതാ കണ്ടോളി, നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോളി. ഡെൽപിയറോ ആൻഡ് ജൊനാഥൻ താ വരാൻ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ബ്ലിറ്റ്സ് കോളർ, ഡെൽപിയറോ, ലോങ് റീച്ച് ടാക്കിൾ, ജൊനാഥൻ താ. ഇവരെന്തായാലും വന്നാൽ പൊളിക്കും, അതെന്തായാലും ഷുവറാണ്. പക്ഷേ വരാൻ സാധ്യതകൾ കുറവാണ് എന്ന് എനിക്കറിയാം. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എന്താ വെച്ചാൽ ഈ പാക്കിന് ഇന്നും കൂടി ഒരു 7 ദിവസമോ 6 ദിവസമോ മീൻസ് അടുത്ത ആഴ്ച ഇത് റീഫ്രഷ് ആവും. ഈ പാക്ക് മൊത്തത്തിൽ റീഫ്രഷ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ചയാണ് ആൾക്കാരെ കൊണ്ടുവരുമെന്നും അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്കറിയാം, ചിലപ്പോൾ ഇത് കൊണ്ടുവരാൻ സാധ്യത കുറവാണ് കേട്ടോ. ഇത് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട, ഉറപ്പായിട്ടും കൊണ്ടുവരത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവർക്കിത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത ആഴ്ച കൊണ്ടുവന്നാൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവും, അടുത്ത ആഴ്ച എന്തായാലും പോവും. അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നാഷണൽ സ്റ്റാർസ് ആട്ടോ, മീൻസ് എന്താ പറയുക, രാജ്യത്തിന് സ്റ്റാർസാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ആൾക്കാരാണ് ഇതൊക്കെ. പെപ്പയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ഇത് പൊളിക്കൂട്ടോ, ഇതൊന്നും പറയാതെ ഇത് കിടിലാവും. ഷെവ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കിടിലാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. മാസ്റ്റർ ലീഗ് കുറച്ചൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.